ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാന സ്റ്റോക്സ്. ഈ ആഴ്ചയായിട്ട് കുറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, മെയിനായിട്ട് ന്യൂസ് തന്നെ. ഉം, അപ്പോ ഈ ആഴ്ച നടന്ന ഒരു രണ്ട് മൂന്ന് ന്യൂസ് കാണിച്ച് പറയാനായിട്ട് വന്നതാണ്. ഒരു വീഡിയോ റിയാക്ഷൻ ആണ്, വേറൊരു വീഡിയോയും റിയാക്ഷൻ പ്ലസ് ഒപ്പീനിയൻ ആണ്, വേറൊരു വീഡിയോ പക്ക ഒപ്പീനിയൻ ആണ്. അതിൽ റിയാക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല, കാരണം അത് അങ്ങനത്തെ ഒരു കണ്ടന്റ് ആണ്. സോ അധികം വായിട്ടല്ലേ നമുക്ക് അടുത്ത വീഡിയോ അല്ല. സോ അധികം വൈഡല്ലെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഷാനോ സ്റ്റോക്സ്, ലെറ്റ്സ് ഗെറ്റ്. വേണ്ട, അങ്ങനത്തെ കണ്ടതല്ല, അത് വേണ്ട. സോ എന്തുകൊണ്ട് എന്റർടൈൻഡ് പറഞ്ഞില്ല എന്നുള്ള ഒരു സംഭവം വെച്ച് ആ ഒരു പർട്ടിക്കുലർ വീഡിയോ വെച്ച് തന്നെ ഫസ്റ്റ് തുടങ്ങാം. കൊല്ലത്തൊരു പയ്യൻ കൂട്ടടിക്കിടയിൽ മരണപ്പെട്ടത് എല്ലാവരും അറിഞ്ഞാണല്ലോ. ഒരു ഉത്സവത്തിന് കൂട്ടടിക്കിടയിൽ മരണപ്പെട്ടു. അത് ഈ ഉത്സവത്തിന്റെ ഇടയിൽ ഉണ്ടായ സംസാരമോ കാര്യങ്ങളോ അത് കാരണം ഉണ്ടായ അടിയാണോ എന്ന് കറക്റ്റ് അറിയത്തില്ല. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞാൻ ഈ ന്യൂസ് കണ്ട റീൽസിന്റെ മീഡിയ പേജസ് ഒക്കെ എടുത്ത് നോക്കി, അതിലും വ്യക്തമായിട്ട് ഇതിന്റെ അടി ഉണ്ടാവാനായിട്ടുള്ള ഒരു റീസൺ പറയുന്ന പോലെ ഒന്നിലും കണ്ടില്ല. പക്ഷെ ഏതോ ഒരു റീൽ പേജിൽ ഇങ്ങനെ ക്യാപ്ഷൻ കിടക്കുന്നുണ്ടോ, അമ്മയെ മോശമായിട്ട് എന്തോ പറഞ്ഞതിനെ ചോദ്യം ചെയ്യാൻ പോയതാണ് കൂട്ടുകാരിക്ക് കാരണം. ആ, എന്തായാലും ആ പയ്യൻ മരിച്ചു, പാവം മരിച്ചു. അപ്പൊ എന്ത് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉത്സവത്തിന്റെ ഇടയിൽ ഈ കൂട്ടുകാരിയും കാര്യങ്ങളും, അല്ല എവിടെയായാലും കൂട്ടടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇത് ഈ ആൾക്കാർ മരണപ്പെടുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പണ്ടൊക്കെ ഈ സോഷ്യൽ മീഡിയ ഇത്രയും ഇൻഫ്ലുവൻസിങ് അല്ലാതിരുന്നതുകൊണ്ട് ഇത് പലതും വെളിയിൽ വന്നിട്ടില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസിങ് ആയതുകൊണ്ട് ഇങ്ങനത്തെ കേസുകളും കാര്യങ്ങളും എല്ലാം ഓൺലൈൻ മീഡിയസ് ഒരുപാട് ഉണ്ടല്ലോ, പെട്ടെന്ന് വെളിയിൽ അറിയുന്നുണ്ട്. ഇങ്ങനത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് സ്പ്രെഡ് ആവുന്നുണ്ട്. സംഭവം നടന്ന കൊല്ലത്താണ്. പിന്നെ ഓൾറെഡി കൊല്ലക്കാർക്ക് ഈ അടി പിടി എന്നുള്ളതിന്റെ ഒക്കെ ഒരു ചീത്തപ്പേരുണ്ട്. എന്തായാലും പയ്യൻ മരണപ്പെട്ടു, അതിൽ വിഷമമുണ്ട്. ഈ കൂട്ടടി ഉത്സവ പറമ്പിലൊക്കെ കൂട്ടടിയുടെ ഒക്കെ ഒരു കേസ് അങ്ങനെ മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോലീസുകാർക്ക് വലിയ റോളില്ല. കാരണം അവിടെ മെയിൻ എപ്പോഴും ഉത്സവ കമ്മിറ്റിക്കാരാ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ പോലീസുകാർ, നാലഞ്ച് പോലീസുകാർ ഒന്ന് അതിന് പിടിച്ചു മാറ്റാനോ അവരെ ലാത്തിക്ക് അടിച്ചു മാറ്റാനോ എന്തെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ തിണ്ണവിടുക്ക് കാണിക്കുന്ന കുറെ മാമന്മാരും മച്ചമ്പിയാരും ഒക്കെയാണ് ഉത്സവത്തിന് വരുന്നത്. ഉത്സവ സീസൺ ആകുമ്പോൾ അല്ലെങ്കിൽ ഉത്സവ സമയമാകുമ്പോൾ ആ ഗ്രൗണ്ടിലോട്ട് ചെന്ന് അടിയുണ്ടാക്കാനും വള്ളി പിടിക്കാനും മാത്രമായിട്ട് തന്നെ വരുന്ന കുറെ ടീംസുകൾ. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാലും പോലീസ് അതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ, സാറേ ഇത് കര വേറെയാണ്, മാവിക്കോ നമ്മളെ ഏരിയയാണ്, അവർക്ക് ഇവിടെ ഇടാൻ പറ്റില്ല. കാരണം ഒരു ഹ്യൂജ് ക്രൗഡിനെ അവർക്ക് ഇവിടെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റത്തില്ല. പോലീസുകാർക്ക് ഇപ്പൊ ഉത്സവ പറമ്പിൽ നടക്കുന്ന പ്രശ്നങ്ങളിലൊന്നും അധികമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. ഉത്സവ പറമ്പിലും സ്കൂളുകളിൽ പിന്നെ ഓൾറെഡി പോലീസിന് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നല്ല ചീത്തപ്പേരാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാത്തിനും ഒക്കെ പോലീസുകാർ കയറി ഇടപെടുന്നുണ്ട്. പോലീസുകാർക്ക് നല്ല ചീത്തപ്പേരാണ്. ഈ ചീത്തപ്പേരുള്ള സമയത്ത് അവര് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാലും മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു പയ്യൻ മരണപ്പെട്ടു. അപ്പോ അവന്റെ അമ്മ അവന്റെ മൃതദേഹത്തിന്റെ അടുത്തിരുന്ന് കരയുന്ന ഒരു റീല് കണ്ടപ്പോൾ സത്യത്തിൽ ഭയങ്കര വിഷമം തോന്നി. കാരണം എന്റെ അമ്മച്ചി, പുള്ളിയുടെ 28 വയസ്സിലാണ് ആക്സിഡന്റ് ആയി മരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഒരു മരണ വീട് എങ്ങനെയാണ്, അവിടെ ഉണ്ടാകുന്ന വിഷമം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എനിക്ക് നല്ലപോലെ അറിയാൻ പറ്റും. കാരണം എനിക്ക് അന്ന് 9 വയസ്സാണ്. അപ്പൊ എനിക്ക് നല്ലപോലെ അറിയാൻ പറ്റും. എനിക്കത് മനസ്സിലാവും. ആ സീൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ തോന്നി. ഞാൻ എന്റെ കമന്റ് സെക്ഷൻ ഒന്ന് എടുത്ത് വായിച്ചു നോക്കും. പിന്നെ എന്റെ കമന്റ് സെക്ഷൻ വായിച്ചു നോക്കി പലരുടെ താത്ത പൊന്നുമോന്റെ കബാത വിശാലമാക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ സ്വർഗം കൊടുക്കട്ടെ എന്നാണ് ഏതോ ഒരു താത്ത കമന്റ് ഇട്ടു. അവരെ നല്ല മനസ്സുകൊണ്ടാണ് കമന്റ് ഇട്ടത്, അതിൽ ഒഫൻഡഡ് ആയിട്ടൊന്നും തോന്നിയിട്ടല്ല. അപ്പൊ ആ ഒരു കമന്റിന് വന്ന റിപ്ലൈ തന്നെ ഞാനും റിപ്ലൈ ആയിട്ട് പറയുവാണ്. പിന്നെ ആ പയ്യന് 18 വയസ്സായാലും 17 വയസ്സം കണ്ടാണ് അവൻ മരിച്ചു, അവൻ മരണപ്പെട്ടു. എന്നെ കൊന്നു. അങ്ങനെ കുറെ കഴിവുകളുടെ മക്കൾ കൊന്നു. അപ്പോ ആ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടായിരിക്കും നിങ്ങളെ കമന്റ് ഇട്ടത്. പക്ഷെ ഇവിടെ ഈ ഭൂമിയിൽ എത്രയോ കാലം ജീവിക്കേണ്ട ഒരുത്തനാണ് മരണപ്പെട്ടു പോകുന്നത്. അവൻ മരിച്ചതിന് ശേഷം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ലാത്ത സ്വർഗത്തില് അവന് നല്ല ജീവിതം കിട്ടട്ടെ എന്ന് നമ്മൾ കമന്റിലായാലും അല്ലാതെ ആയാലും പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ നാട്ടിൽ എത്രയോ വർഷം ഒരുപാട് കാലം ജീവിക്കേണ്ട ഒരുത്തനായിരുന്നു മരിച്ചു തന്നിട്ട് എവിടെ പോയി എന്തൊരു ജീവിക്കുക, ആൾക്ക് എന്തിനറിയാം. അപ്പൊ അതേപോലുള്ള കമന്റിലൊന്നും യാതൊരു കാര്യമില്ലാത്ത അങ്ങനത്തെ കമന്റൊക്കെ ഇട്ട് നമ്മളെ ഖേദം പ്രകടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഒഫൻഡഡ് ആയിട്ട് നിങ്ങളെ കുറ്റം പറഞ്ഞൊന്നുമല്ല. അതിൽ വന്നൊരു നിങ്ങളുടെ കമന്റിന് വന്നൊരു റിപ്ലൈ, ആ റിപ്ലൈ തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അതിന് മറുപടി ഇട്ടിട്ടുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കാനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അത് തന്നെയാണ്.
ലൈക്ക് ഇങ്ങനത്തെ കമന്റ് ഒരുപാട് കണ്ടുകൊണ്ട് അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ എനിക്ക് നിങ്ങൾക്ക് റിപ്ലൈ തന്ന പുള്ളി തന്ന കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് തന്നെയാണ് എന്റെയും മറുപടി. അതുകൊണ്ട് ഞാൻ അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് അടുത്ത റിയാക്ഷൻ വീഡിയോ എടുക്കുക. ഇതിലൊരു സംഭവം ഉണ്ടായി. പെണ്ടാട്ടി മാപ്പിളങ്ങളുടെ നടുറോട്ടിൽ കിടന്ന് അടിയുണ്ടാക്കി പെണ്ടാട്ടി റോഡില് ഹെൽമെറ്റും വെച്ച് പായ ഇടിച്ചും കിടന്നു. ബാക്കി ആരും പോണ്ട, എന്റെ മാപ്പിള ഞാനുമായിട്ട് അടിയാണ്, ആരും പോണ്ടട എന്നും പറഞ്ഞു കിടന്ന് റോഡ് മൊത്തം അങ്ങ് തടസ്സപ്പെടുത്തി. കണ്ടു നോക്ക്. നീ എന്നെ തള്ളക്കി നീ ഇവിടെ പോകൂല. വണ്ടി തൂക്ക് ഇവിടെ വണ്ടി തൂക്കിട്ട് പോവുള്ളൂ. എന്തേലും പോകാനൊന്നുമല്ല ഇവിടെ ഇവിടെ നീ അമ്മടുത്ത് ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ട. റോഡിൽ കിടക്കണുള്ള പേര് പറി ശ്രുതി. അപ്പൊ ശ്രുതി ചേച്ചിയും ശ്രുതി ചേച്ചിയുടെ കെട്ടിയാലും കൂടെ വീട്ടിൽ നിന്ന് അടി ഉണ്ടാക്കിയാണ് ഇറങ്ങിയത്. ഇറങ്ങിയിട്ട് റോട്ടിൽ കിടന്ന് പൊരിഞ്ഞടിയായി. അതുകൊണ്ട് എന്റെ മാപ്പിള എനിക്ക് ഇതര ഉണ്ടാക്കി തന്നില്ല എന്നും പറഞ്ഞ് റോട്ടിലും കിടന്ന് സ്വാഭാവികമായിട്ടും ആംബുലൻസിന് പോലും പോകാൻ പറ്റാത്ത രീതിക്ക് ഈ ഹനുമാൻ മറ്റേ ഗതയും കൊണ്ട് കിടക്കണ കണക്ക് ഒരു ഹെൽമെറ്റും വെച്ച് കിടക്കുകയില്ല. ഭീമൻ പണ്ടേ കല്യാണ സൗഗന്ധികം എടുക്കാൻ പോയ സമയത്ത് ഹനുമാൻ ഇതേപോലെ കുറുക്കെ കിടന്നു. ഇത് ഹനുമാനിച്ച് ഇതിലുള്ളൊരു ഹനുമാനിച്ച് അത് കുറുക്കെ കിടന്നു. ഇപ്പൊ നാട്ടുകാർ എന്ത് ചെയ്ത് ആംബുലൻസിന് വണ്ടിക്കൊക്കെ പോകണ്ടേ. എവിടെ മാപ്പിള തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യ പ്രശ്നം ഉണ്ടെന്നും അവന് ബാക്കിയുള്ളവരെ റോട്ടിൽ പിടിച്ചിട്ട് തന്നെ അവർക്ക് പിടിക്കും. നാട്ടുകാരുടെ ഇടപെട്ട് മുന്നേച്ച് മാറുന്ന അവനിപ്പോ അവിടെ സംസാരം കേട്ട് വിധിയുടെ ചർച്ചയുടെ അടുത്ത് എവിടെ കണ്ടുള്ളതെന്ന് തോന്നുന്നു. സംസാരം കേട്ടു. അങ്ങനെ ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരു മാമൻ വന്നിട്ട് ഈ വെണ്ടാടി മാപ്പിള അവിടെ കിടന്ന് റോഡിൽ കിടന്ന് അടി ഉണ്ടാക്കണോട് പിടിച്ചു മാറ്റാൻ നോക്കി. അപ്പൊ അങ്ങേരെ ചെവിക്കൽ നീ പെണ്ണടിച്ച് നാട്ടുകാരനെ തൊട്ട് തന്നെ ആൾക്കാർ ചുമ്മാ ഇരിക്കും. നാട്ടിലുള്ള ആളിനെ തൊട്ട് തന്നെ ആൾക്കാരെ പണി പ്രശ്നമായ ആൾക്കാരെയും പൊള്ളു വിളിച്ച് വെറുതെ തള്ളക്കി വിളിച്ച് ലാസ്റ്റ് കിട്ടി മൂക്കാൻ കൊണ്ടുള്ള കിട്ടി. എന്നിട്ട് ഫോണും വിളിച്ചിട്ട് അമ്മ എന്നെ അടിച്ചമ്മ പട്ടി മോങ്ങും പോലെ മോങ്ങും. കണ്ടു ആള് വണ്ടിയിലാണ് വണ്ടി പോണ നീ പോലീസിനെ വിളി, നീ അവനെ വിളി, നീ എവനെ വിളി, മറ്റവനെ വിളി, മറിച്ചവനെ വിളി എന്നും പറഞ്ഞൊക്കെ ആദ്യം കടന്ന് പുറന്നോണ്ടിരുന്നോടെ മൂക്കാൻ കൊണ്ടുള്ള അടിയും കിട്ടി ചോര ഒലിപ്പിച്ച് പോകുക മതിയായി. വെണ്ടാട്ടിക്ക് അടി കിട്ടിയപ്പോ മാപ്പിളക്ക് സന്തോഷമായി. ഇപ്പൊ അടയും ചക്കരയായിട്ട് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഇരുന്ന് മീഡിയക്കാർക്ക് റിപ്പോർട്ട് വെക്കും. നാട്ടുകാർക്ക് മൊത്തം മാർഗാടസം ഉണ്ടാക്കി നാട്ടുകാരെങ്ങനെയെങ്കിലും പറഞ്ഞു മാറ്റി റോഡിൽ നിന്ന് മാറ്റാൻ നോക്കിയപ്പോ നാട്ടുകാരെ മെക്കെട്ട് കയറാൻ പോയി. നാട്ടുകാരെ എന്തെങ്കിലും വിളിച്ച് അവരെടുത്തിട്ട് പെരുമാറി. എന്തായാലും ചേച്ചിയുടെ പേരിൽ കേസുണ്ട് ആ മാമന്റെ ചെവിക്കലിന് അടിച്ചതിന്. പിന്നെ ചേച്ചിയെ പെരുമാറിയ ചേട്ടന്മാർക്കും കേസുണ്ട്. ഞാൻ 100% ചേട്ടന്മാരുടെ ഭാഗത്ത് യോജിക്കുന്നു. നാക്ക് ശരിയല്ലെന്നുണ്ടെങ്കിൽ അത് കൊണ്ടാകുമ്പോഴായാലും മുക്കാണ്ടടിച്ചിരിക്കണം. അല്ലാണാണ് പെണ്ണാണെന്നും നോക്കിയിട്ട് കാര്യമില്ല. തള്ളക്കാണുള്ളത് വെക്കുന്നത്. പിന്നെ അവളെ സംസാരം ശരിയല്ല. അടിച്ചിട്ട് ഇറങ്ങണം. മൂക്കും പല്ലും എല്ലാം കൂടെ ഇടിച്ചിട്ടിരിക്കണം. അത് ചെയ്ത ചേട്ടന്മാരായാലും വളരെ സന്തോഷമുണ്ട്. നന്ദിയുണ്ട്. ഇവളമാർക്കൊക്കെ അങ്ങനെ തന്നെ കിട്ടാം. ഇത് കണ്ടിട്ട് അടുത്ത വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിങ് ആക്റ്റീവ് പരിധിയിലുള്ള ഒരു ചേട്ടൻ ആക്ടിങ് ആക്റ്റീവെ കുറിച്ച് നല്ല 2 വാക്കുകൾ മൊഴിയുന്നതാണ്. ചേട്ടൻ പറഞ്ഞു വിടുന്നു. ചേട്ടാ കമാൺ. ഇപ്പം ജില്ലാ കളക്ടർ ഒരു മേലധികാരിയുടെ ഓഫീസിൽ നിന്ന് ഒരു പേപ്പർ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ അത് വാങ്ങാത്ത RTOയുടെ ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ആറ്റിങ്ങൽ RTOയുടെ ഇത് കണ്ടാൽ ഇപ്പം നമ്മുടെ ഇന്ത്യയിലല്ല വേറെ രാജ്യത്ത് നമ്മൾ പോയി എന്തെങ്കിലും കാര്യം നേടും പോലെയാണ് ഈ ആറ്റിങ്ങൽ RTO. ഇവിടെ മറ്റുള്ള സ്റ്റാഫുകളൊന്നും പ്രശ്നമില്ല. ആറ്റിങ്ങൽ RTOയും DTCയും DTCയും പെരുമാറുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സുഖമില്ലാതെ ഇത് മൊത്തം എൻ്റെ മെഡിസിനാ വരാൻ പോലും നിവൃത്തിയില്ലാത്ത ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നൊരു സംരംഭകന്റെ ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പം കേരള സർക്കാർ പറയുന്നു കേരളം വ്യവസായ സൗഹൃദ കേരളമാണെന്ന്. പക്ഷേ ഇതുപോലുള്ള ഈ RTO ഓഫീസുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത് അരാജകത്വമാണ്. ഈ അരാജകത്വം ആണ്
ഈ ആറ്റിങ്ങൽ RTOയുടെ ഇതിൽ നടക്കുന്നത്. അപ്പം ഇതിനൊക്കെ ഞാൻ വലിയടാണ്. അപ്പം ഇവർ പല കാരണങ്ങൾ പറഞ്ഞ് പെർമിറ്റ് തരാത്ത വാഹനങ്ങൾക്കും 1,00,000 ചില്ലുവാൻ രൂപ കഴിഞ്ഞ ആഴ്ച കൊണ്ട് ഞാൻ ടാക്സ് അവരെ അടച്ചിട്ടുണ്ട്. അതായത് നമ്മളിവിടെ ഒരു എങ്ങനെ ഒരു സംരംഭം ഇല്ലാതാക്കാം. ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നം എന്ന് വ്യക്തമായിട്ടൊന്നും എനിക്ക് പിടിയിട്ടില്ല. എന്തായാലും ആറ്റിങ് RTOയെ കുറിച്ച് എനിക്ക് അറിയാവുന്ന പേഴ്സണൽ അനുഭവങ്ങൾ ഞാൻ കുറച്ച് പറഞ്ഞുതരാം. എനിക്ക് ഞാൻ ആറ്റിങ് രജിസ്ട്രേഷനാണ് KL16 AC 5282 KL14D 7759 KL16 F7759 KL14D 5449 അങ്ങനെ 3-4 കിടപ്പുണ്ട്. അപ്പൊ പിന്നെ KL16 5565 അതും കിടപ്പുണ്ട്. 4-5 കിടപ്പുണ്ട് ഇവിടെ. അപ്പം ആറ്റിങ് RTOയെ കുറിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയിടയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം 2025 എന്റെ വാപ്പാടെ ബൈക്ക് ഞാൻ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഓൾറെഡി 2010 മോഡലെ വണ്ടിക്ക് ഞാൻ ടെസ്റ്റ് ചെയ്തെല്ലാം കൂടെ ആക്കിയപ്പോൾ എനിക്ക് 25,000 രൂപ എന്റെ കയ്യിൽ നിന്ന് പോയി. അതായത് 2010 മോഡൽ ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന പൈസകളെ ഞാൻ ടെസ്റ്റിന് ചിലവാക്കി. അതിന്റെ കുത്തിക്കടപ്പ് വണ്ടി ഷോറൂമിൽ നിന്ന് അവർക്ക് ഇരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു അങ്കാരത്തിന് കാണിച്ച് കുറെ അളവി. അപ്പൊ ഞാൻ തരിയത് ഞാൻ എല്ലാം സ്വന്തമായിട്ടാണ് ചെയ്തെന്ന് ഒരു ടാക്സ് അടക്കിയെല്ലാം ചെയ്തിട്ട് ഞാൻ ഏജന്റിനെ ഒന്നും വെച്ചില്ല, സ്വന്തമായിട്ട് അടച്ച് റെഡിയാക്കി. അവിടെ കൊണ്ട് ചെന്നപ്പം ഈ വണ്ടി ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് അവന്റെ അടുത്തൊരു കട ടേക്കണ ഒരു അപ്പുണ്ട്. അപ്പൊ അപ്പം പറഞ്ഞ് മക്കളെ ഏജന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മ പാസ്സാക്കി വിടൂല കേട്ടോ, ഏജന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പാസ്സാക്കില്ല. ഞാൻ ചോദിച്ചില്ല കൈക്കൂലി കൊടുത്താൽ കൈക്കൂലി കൊടുക്കുന്ന ശരിയല്ലേ, അത് കൊടുക്കാതിരിക്കാനോ ഒന്നിനും വേണ്ടിയാണ് ഏജന്റിനെ വെക്കാത്തത്. അപ്പം ഏജന്റ് ഉണ്ടെങ്കിലല്ലേ അവർക്ക് വാങ്ങിക്കത്തുള്ളൂ. അപ്പൊ ഏജന്റ് എന്ന് വെച്ചില്ല. കണ്ട് ചെന്ന സമയത്ത് അപ്പം മക്കളെ ഏജന്റ് ഇല്ലെങ്കിൽ പറ്റൂല, ഇവിടെ ഒരു പയ്യൻ വരും. അപ്പൂപ്പൻ്റെ അടുത്ത് അവന്റെ മക്കളെ ഏജന്റ് ഇല്ലാതെ പരിപാടിയൊന്നും നടക്കൂല, ഇവിടെ ഒരു പയ്യൻ വരും, ഞാൻ അവനെ പറഞ്ഞ് സെറ്റ് ചെയ്ത് തരാം, അവനെ 500 നീ കൊടുത്താൽ മതി, അവൻ റെഡിയാക്കി തരും. ഏജന്റ് ഉള്ളത് നല്ലതല്ലേ, 500 ഇല്ലേ ആവുള്ളൂ. മറ്റേ ട്രെയിൻ സ്കൂളിലൊക്കെ ചോദിച്ചപ്പോൾ 1,500-2,000 രൂപ വന്നോ. നമ്മ ഏജന്റ് കൊടുത്ത് സെറ്റ് ചെയ്യാന്നും പറഞ്ഞ് അവിടെ ചെന്ന് കൊടുത്തു വണ്ടി നോക്കി എല്ലാം ഓക്കെയാണ്, ഏജന്റ് ഉള്ളതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ചെറുപടാ കഴിഞ്ഞ് ഒപ്പിട്ടിങ് തന്നു. ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി, ടെസ്റ്റ് പാസ്സായി അന്ന് മെസ്സേജ് ഇല്ലെടുത്ത് തേങ്ങയില്ല. സാധാരണ വണ്ടി ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് ടാക്സ് കാര്യങ്ങളെല്ലാം ഇഷ്യൂഡ് പുതിയ ഇന്നോവേഷൻ എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ടും മെസ്സേജ് ഫോൺ നമ്പറിൽ വരാനുള്ളതാണ്. ഫോൺ നമ്പർ ലേറ്റസ്റ്റ് ആയിട്ട് ടെസ്റ്റിന് മുമ്പ് അപ്ഡേറ്റും കൂടെ ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻ എല്ലാം കൊടുക്കുന്നത്. ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, 1 മാസമായി വന്നില്ല. അവിടെ ചെന്നിട്ട് 12 മണിക്ക് ശേഷം ഞാൻ ക്ലാസ് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് ഞാൻ 12 മണിക്ക് ശേഷം ചെന്നതിന് 12 മണിക്ക് ശേഷം അവിടെ ഏമാന്മാരില്ല. ആറ്റിങ്ങകത്ത് കഥവും തുറന്നിട്ട് ബെഞ്ചെടുത്ത് കുറുകെ വെച്ചേക്കും, ആരും കയറല്ല. അതിനകത്തിരിക്കുന്ന ഒരുത്തന്റെ അടുത്ത് സാറേന്ന് വിളിച്ച് കഴിഞ്ഞാൽ അവൻ വാ വെക്കൂല. അവൻ വാ വന്നതിന്റെ അവന്റെ വായിന്ന് മുത്തു വീഴും. 12 മണിക്ക് ശേഷം അവൻ വാ വെക്കണമെന്ന് ചോദ്യം ഞാനാണ്, അല്ലാതെ അവൻ വാ വെക്കൂല. അതാണ് ആറ്റിങ്ങയിലുള്ള ഏമാന്മാരൊക്കെ. 12 മണിക്ക് ശേഷം ആരും ചെന്ന് സാറേന്ന് പോലും വിളിക്കില്ല, തിന്നാനല്ലാതെ അവനൊന്നും വാ വെക്കൂല അതിനകത്തിരിക്കണമാര്. അപ്പൊ അവിടെ ചെന്ന് ചോദിച്ചപ്പോ 12 മണിയായിരുന്നു, നാളെ രാവിലെ വാ. പിറ്റേ ദിവസം ഒരു 12:30 ആകുമ്പോൾ ചെന്നപ്പോ ഇവിടെ ആളില്ല, നാളെ വാ. നാളെ നീളെന്ന് പറഞ്ഞ് എനിക്കിപ്പോ ഇവിടെ ചോദിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ 2 കെട്ട് സൈ ഇട്ട് ഞാൻ ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ കയറിയിട്ട് ഇത് റിന്യൂ ആയാ ഇല്ലെന്ന് നോക്കിയപ്പോ RC ബുക്ക് 5 വർഷത്തേക്ക് ഉണ്ട്, റിന്യൂ ആക്കി തന്നിട്ടുണ്ട്, ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. മെസ്സേജും വന്നില്ല, ഒരു പുണ്ണാക്കും വന്നില്ല. അതാണ് നമ്മുടെ RTOക്കാരെ ഭയങ്കരമായിട്ടുള്ള ഉത്തരവാദിത്വം. ഒരു വണ്ടി ടെസ്റ്റ് ചെയ്ത് വിടുന്നതല്ല, ഭയങ്കര ഉത്തരവാദിത്വം. എന്തൊരു പറയാ, നമ്മുടെ KL16 ഇപ്പൊ എന്തൊരു പറയാ, എല്ലാം അതിന്റെ കൂടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ എത്ര കൈക്കൂലി വാങ്ങിക്കണമെന്ന്, എത്ര വണ്ടി ടെസ്റ്റ് പാസ്സാക്കാനും ലൈസൻസ് വെക്കാനും ഒക്കെ എന്തെല്ലാം വാങ്ങിക്കണം. ഭയങ്കര റൂൾസും എല്ലാം ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് യാമന്മാരൊന്നും നല്ലപോലെ ചെയ്യില്ല. യാമന്മാർക്കെല്ലാം വായിൽ വന്നത് ബോധയ്ക്ക് വട്ടെന്നും പറഞ്ഞ് തോന്നിയവടിയാണ് യാമന്മാരെ ഗുണങ്ങൾ. ലാസ്റ്റ് പിന്നെ എന്തായാലും വണ്ടി പാസ്സാക്കി കിട്ടി, ടെസ്റ്റ് പാസ്സായി, അവിടെ ഇരിപ്പുണ്ട്, എടുക്കാതെ മൂടി വെച്ചിട്ടുണ്ട് സാധനം. സൈനിങ് ഓഫ് ഷാനു സ്റ്റോക്സ് ഫ്രം ഷാനു സ്റ്റോക്സ്. ഉടനെ അടുത്ത വീഡിയോ വരും. ആ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വന്ന കുറച്ച് കമന്റുകൾ, അതിനുള്ള റിപ്ലൈ ഒക്കെയാണ്. ആ വീഡിയോ സ്ട്രിക്ട്ലി 18+ ആയിരിക്കും. ദാറ്റ് ലാംഗ്വേജ് ഐ യൂസ് മേ ബി ഒഫൻഡഡ് ഫോർ സം പീപ്പിൾ. സോ ആ വീഡിയോ വരുന്ന സമയത്ത് കാണുമ്പോൾ പിള്ളേരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് കാണുക. കമ്പ്യൂട്ടറിലെ ലാപ്പിലൊന്നും കാണുന്നവരൊക്കെ
ബ്ലൂടൂത്ത് സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് കാണുക, കാരണം അതിനാ സെൻസർഷിപ്പ് ചെയ്യൂല എന്നല്ല തീർത്ത് പറയും. വിളിക്കാനായിട്ടുള്ള, കാരണം എന്നെ റേജ് ബൈറ്റ് ചെയ്ത കമന്റ്സ് ആണ്. എൻ്റെ അടുത്ത് നീ ചീടാ കണ്ണൻ ചീടാന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ചെയ്ത് കാണിച്ചു കൊടുക്കാം. സൈനിങ് ഓഫ് ഷാനു സ്റ്റോക്സ് ഫ്രം ഷാനു സ്റ്റോക്സ്. See you in the next video. Until then, bye bye.